ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാനൊരു ഫ്രണ്ട് പാനൽ കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കുർത്തി ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 2.5 മീറ്റർ കോട്ടൺ ഫാബ്രിക് ആണ്. ഒരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, അത് 1/2 മീറ്റർ ആണ്. ആദ്യം ക്ലോത്ത് നമുക്ക് വിഡ്ത് വൈസിലൊന്ന് ഫോൾഡ് ചെയ്യണം. അപ്പൊ ഞാൻ വിഡ്ത് വൈസിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലെങ്ത് വൈസിൽ ഫോൾഡ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ലെങ്ത് എത്രയാണോ എടുക്കേണ്ടത് അതിൽ നിന്നും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം മാർക്കിംഗ് ചെയ്യാനായിട്ട്. അപ്പൊ എനിക്ക് വേണ്ടത് 38 ആണ് ലെങ്ത് വേണ്ടത്. അതിൽ നിന്നും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 40 ഒരു മാർക്കിംഗ് ചെയ്തെടുക്കുക. അപ്പൊ മാർക്കിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വേണം നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുക്കുവാൻ. അപ്പൊ ഇതുപോലെ നമ്മൾ മടക്കിയിടുക. അപ്പൊ ഇതുപോലെ ക്ലോത്ത് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഓപ്പൺ വശമാണ്, ഇത് ഫോൾഡ് വശമാണ്. ഇനി നമുക്ക് മെഷർമെന്റ്സ് അടയാളപ്പെടുത്താം. അപ്പൊ അതിന്റെ ഷോൾഡർ വരുന്നത് 7 ഇഞ്ചാണ്. ആം ഹോൾ വരുന്നത് 7 ഇഞ്ച് തന്നെ. ഒരു മാർക്കിംഗ് ചെയ്യുക, അതിൽ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് വരുന്നത് 36 ആണ് വരുന്നത്. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 4 9 ഇഞ്ചാണ് വരുന്നത്. 9 പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അപ്പോൾ അതൊരു 11 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്യുക. ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം വേസ്റ്റ് ലെങ്ത് എടുക്കുക. വേസ്റ്റ് ലെങ്ത് 14 ഒരു മാർക്കിംഗ് ചെയ്യുക. ഹിപ്പ് എടുക്കേണ്ടത് 19. അപ്പൊ അതൊരു മാർക്കിംഗ് ചെയ്തെടുത്ത് എടുക്കേണ്ടത് വേസ്റ്റ് വിഡ്ത്ത് ആണ്. വേസ്റ്റ് വിഡ്ത്ത് 32 ആണ് വരുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 4 8 ഇഞ്ചാണ് വരുന്നത്. 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഒരു മാർക്കിംഗ് ചെയ്തു. അതിനുശേഷം ഹിപ്പ് ആണ് വരുന്നത്. ഹിപ്പ് 9 ഇഞ്ച് തന്നെ. അപ്പൊ 9 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്യുക, പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഒരു മാർക്കിംഗ് ചെയ്ത് ഇനി ഈ പോയിന്റ്സ് എല്ലാം കൂടി നമുക്ക് ജോയിൻ ചെയ്യുക. ഈ ലൈൻ നമുക്ക് അറ്റം വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ മുകളിൽ നിന്നും ഒരു 2 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്യുക. ആ ലൈൻ നമുക്ക് ഇതൊന്ന് കർവായിട്ട് വരച്ചു കൊടുക്കുക. താഴെ തുണി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ കർവാണ് വരയ്ക്കേണ്ടത്. അതിന്റെ ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ സെന്ററിൽ നിന്നൊന്ന് മാർക്കിംഗ് ചെയ്യുക. മാർക്കിംഗ് ചെയ്തതിനു ശേഷം ഒരു കർവ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇത് ഫ്രണ്ട് ആം ഹോൾ ആണ് വരയ്ക്കുന്നത്. ഒരു 1/2 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്തിട്ട് അതൊരു കർവ് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് മാർക്കിംഗ് ചെയ്യേണ്ടത് നെക്കാണ്. നെക്ക് വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്ക് ലെങ്ത് 5 ഇഞ്ച്. അപ്പൊ അതൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഒരു ബോക്സ് വരച്ചെടുക്കുക. ബാക്ക് നെക്കാണ്. അതൊരു 3 ഇഞ്ചിൽ ഒരു അടയാളപ്പെടുത്തുക. അതൊരു ബോക്സ് വരയ്ക്കുക. ഇനി നമുക്ക് ഞാനൊരു ഹാർട്ട് ഷേപ്പാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നും ഒരു 2 ഇഞ്ച് മേലിലേക്ക് ഒരു മാർക്കിംഗ് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അതൊന്ന് വരയ്ക്കുക. ബാക്കില് ഞാനൊരു യുവാകൃതിയും കൊടുക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം ബാക്ക് സൈഡാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക. ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡ് പോർഷൻ ഒന്ന് മാറ്റുക. അതിനുശേഷം ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് പോർഷന്റെ സെന്ററിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഇത് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ വരുന്നത്. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഓപ്പൺ വശമാണ്, ഇത് ഫോൾഡ് സൈഡ് ആണ്. ഇതിന്റെ വിട്ട് വരുന്നത് നമുക്ക് ആം ഹോൾ എത്രയാണോ എടുത്തേക്കുന്നത് അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഇപ്പൊ ആം ഹോൾ 7 ആണ് വരുന്നത്. 7 പ്ലസ് 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 10 ഇഞ്ചിലൊരു ക്ലോത്ത് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ലെങ്ത് എടുത്തേക്കുന്നത് 18 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മേലിൽ നിന്നും ഒരു 3 ഇഞ്ച് താഴ്ത്തി ഒരു മാർക്കിംഗ് ചെയ്തെടുക്കുക. അത് മുകളിൽ നിന്നും മാർക്കിംഗ് ചെയ്തെടുത്തതിന് ശേഷം മുകളിൽ നിന്നും ഒരു കർവ് വരച്ചു ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മുടെ സ്ലീവിന്റെ വിഡ്ത്ത് വരുന്നത്
6 ഇഞ്ചാണ് വേണ്ടത്. അപ്പൊ ഞാനൊരു 1 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് 7 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പോയിന്റ് നമ്മൾ ഇതുമായിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ചു വെട്ടുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ റോങ് സൈഡും ആയിട്ട് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ചിൽ ഒരു കുഴിച്ചു വെട്ടിയെടുക്കുക. ഇത് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഇപ്പൊ ഈ ഫ്രണ്ട് പോർഷനിൽ നമുക്കൊരു പാനൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന്റെ ലെങ്ത്, നമ്മുടെ ഈ ഫ്രണ്ട് പീസിന്റെ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്ത് ആണ് എടുത്തേക്കുന്നത്. വിഡ്ത് വരുന്നത് 11 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ ഇനി ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഈ പാനൽ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫ്രണ്ട് പീസിന്റെ റൈറ്റ് സൈഡ്, ഈ ക്ലോത്തിന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ പീസും ഇതുപോലെ നല്ല വശവുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പോർഷൻ ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ സെന്റർ മാർക്ക് ചെയ്ത ആ സ്ഥലത്തേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡും ഇതുപോലെ എടുത്തിട്ട് ഈ സെന്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് വെക്കുക. നമുക്ക് ഇനി ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് എവിടെ വരെയാണോ ജോയിന്റ് വേണ്ടത് അവിടെ ഒരു മാർക്കിംഗ് ചെയ്ത്, ഇപ്പൊ ഞാൻ 13 വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു മാർക്കിംഗ് ചെയ്തിട്ട് നമ്മൾ അവിടെ വരെ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പൊ ഇത് റൈറ്റ് സൈഡും കൂടി ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വഴിയിൽ നിന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ ഇതൊരു പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷന്റെയും ബാക്ക് പോർഷന്റെയും നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതില് ഈ കോർണേഴ്സിലൊന്ന് ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പതിച്ചടിച്ചെടുക്കണം. സൈഡും 2 നെക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പൊ ഇതിന്റെ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷന്റെയും ബാക്ക് പോർഷന്റെയും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ബാക്ക് പോർഷൻ ഇതുപോലെ എടുത്തിട്ട് ഇതിന്റെ റൈറ്റ് സൈഡ് ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് ഷോൾഡർ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ്സ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ സ്ലീവ്സിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു പീസ് ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ തന്നെ ലെങ്തിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിന്റെ വിഡ്ത് വരുന്നത് 3 ഇഞ്ചാണ്. അപ്പൊ ഇത് നമുക്ക് ജോയിൻ ചെയ്യുന്നത് റോങ് സൈഡിൽ ജോയിൻ ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് മച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റോങ് സൈഡാണ്. ക്ലോത്തിന്റെ റോങ് സൈഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് മറിച്ച് റൈറ്റ് സൈഡിലേക്ക് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചടിച്ചതിന് ശേഷം നമ്മൾ ഈ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ 2 സൈഡും അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ 2 സ്ലീവ്സിലും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ ഇറക്കി വെട്ടിയ ആ സൈഡ് ഫ്രണ്ട് സൈഡിലേക്ക് വരത്തക്ക വിധത്തിൽ വേണം ജോയിൻ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ സെന്റർ പോയിന്റ് ഈ സെന്ററുമായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത്
സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ സ്ലീവ്സും ജോയിൻ ചെയ്തെടുക്കുക. റൈറ്റ് സൈഡുമായിട്ട് മാച്ച് ചെയ്ത് വെക്കുക. അതിന്റെ സെന്റർ പോയിന്റ് എത്തിയതിനു ശേഷം ഇത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പൊ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതിന്റെ സ്ലീവ്സ് രണ്ടും ഞാൻ ജോയിൻ ചെയ്തെടുത്തു. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഈ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നേരത്തെ മാർക്കിംഗ് ചെയ്തെടുത്ത ആ സ്ഥലത്തുകൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം താഴ്ഭാഗം മടക്കി ഒന്ന് അടിക്കുക. ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ഇതിന്റെ മോഡൽ വരുന്നത്. ഇത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു കുർത്തിയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.